ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ്. വണ്ടിയുടെ ടയർ പഞ്ചറായി. പഞ്ചറാണോ ടയർ പോയതാണോന്ന് അറിയില്ല. എന്തായാലും സംഭവം വെടി തീർന്നു. അപ്പം ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ടയർ സ്റ്റെപ്പിന് ടയർ എടുത്ത് എങ്ങനെ മാറുക, എന്താ ചെയ്യേണ്ടതെന്നുള്ളതാവാം ഇന്നത്തെ വീഡിയോ. എന്തായാലും പണി കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പിന് ടയർ എടുത്തിട്ടുണ്ട്. ഡിക്കിയിൽ നിന്ന് അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നും. സ്റ്റെപ്പിന് എടുക്കാൻ, അതുപോലെ ജാക്കി, വീലിൻ്റെ സ്പാനർ, ഒരു ചെറിയൊരു ലിവറും വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ജാക്കി വെക്കാൻ ഇവിടെ വേറൊരു കുളത്ത് പോലെ ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരെണ്ണം കിട്ടും കേട്ടോ. അതിൻ്റെ വീൽ സ്പാനറിൻ്റെ അറ്റത്ത് ഒരു ഹോളും ഉണ്ടാവും. അപ്പോൾ അത് അതിൽ കണ്ടിട്ട് തിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ല. അത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു പണി കിട്ടുന്നു. അപ്പോൾ എന്തായാലും ഉള്ളത് ഇതൊക്കെയാണ്. ഒരു ജാക്കി ഉണ്ട്, ഒരു വീൽ സ്പാനറുണ്ട്, ഒരു ചെറിയൊരു ലിവറും ഉണ്ട്. എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ പഞ്ചറായ വീൽ അഴിച്ചിട്ട് മാറ്റാം. അതിന് നമുക്ക് ഈ വീൽ കപ്പ് അഴിച്ചെടുക്കണം. വീൽ കപ്പ് ജസ്റ്റ് രണ്ട് കൈ കൊണ്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നിടത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറക്കനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീൽ കപ്പ് കിട്ടും. അതോടെ മാറ്റി വയ്ക്കുക. പിന്നെ ജാക്കി വെക്കുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ വീൽ സ്പാനർ വെച്ചിട്ട് നമ്മളിത് ലൂസ് ചെയ്യണം. വീൽ നട്ട് എപ്പോഴും നമ്മൾ വീൽ നട്ട് 4 വരെ 800 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇടത്തെ ഭാഗത്തേക്കാണ് നമ്മൾ വീൽ നട്ട് തിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വീൽ സ്പാനർ വെച്ചതിന് ശേഷം ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇടത്തെ കൈ ഇതിൽ വരണം, വലത്തെ കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇങ്ങനെ മടങ്ങിയാൽ മതി ഇടത്തോട്ട്. എൻ്റെ പൊന്നെ നല്ല ടൈറ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽ നട്ട് ലൂസാവും. ഇതേപോലെ ഓപ്പോസിറ്റ് നട്ട് നമ്മൾ ലൂസ് ചെയ്യുക. നാല് വീൽ നട്ടും ലൂസ് ചെയ്തതിന് ശേഷം നമുക്കിനി ജാക്കി വെക്കണം. അപ്പോൾ ജാക്കി വെക്കുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ പോർഷനിലാണ് ജാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് അടിയത്തെ സർഫേസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. നല്ല താഴണ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല ടൈൽസിൻ്റെ പീസോ കല്ലിൻ്റെ പീസൊക്കെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വെറുതെ ഒന്ന് ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ ജാക്കി പൊന്തു. എന്നിട്ട് നമ്മൾ ആ പോർഷനിലേക്ക് വെക്കുക. ഓരോ വണ്ടിക്കും ജാക്കി പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ അവരവരുടെ വണ്ടിയുടെ ജാക്കി പോയിൻ്റ് ഏതാണെന്ന് നെറ്റിലടിച്ച് നോക്കുക, യൂട്യൂബിലടിച്ച് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരവരുടെ സർവീസ് ബുക്ക് എടുത്ത് നോക്കിയാലും ജാക്കി പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. സാധാരണ കേസിൽ ഇങ്ങനെ ഒരു ഹുക്കുള്ള ഒരു ലിവർ വരും. ഇങ്ങനെ അതിട്ട് കഴിഞ്ഞാൽ വീൽ സ്പാനർ വെച്ച് തിരിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അതില്ല. ഇത് അപ്രത്യക്ഷമായിട്ട് വന്ന കാരണം നമ്മൾ അത് എടുത്ത് വെച്ചിട്ടുമില്ല. വണ്ടിയിലുള്ളത് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഇത് വലത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് അപ്പ് ചെയ്യാം. കുറച്ച് നേരം എടുക്കും കേട്ടോ. മൊത്തം തിരിച്ച് ഇത് പൊന്തണം, ഫ്രീ ആവണം വരെ കേട്ടോ ടയർ. അപ്പോൾ ജാക്കി മുഴുവൻ പൊന്തിച്ചതിന് ശേഷം വീല് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. ഫ്രീ ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഇട്ട പോലെ തന്നെ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടത്തോട്ട് തിരിക്കുക. ഓരോ നെട്ടും ഇടത്തോട്ട് തിരിച്ച് പോരുക കേട്ടോ. ഇതുമ്മ ഇത് കഴിച്ചിട്ട് കുറേ നാളായി. എൻ്റെ ഇതുമ്മ ആ തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യിൽ വല്ല WD-40 അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറ്റണ നേരത്ത് അതടിച്ചിട്ട് ആ സ്പ്രേ ചെയ്തിട്ട് തിരിച്ച് കയറ്റായിരിക്കും നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീൽ സ്റ്റഡ് മാറേണ്ടി വരില്ല വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്. എന്തായാലും ഞാനിതെല്ലാം ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അഴിച്ചെടുത്തിട്ട് നമ്മുടെ സ്റ്റെപ്പിന് ടയർ കയറ്റാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ തുരുമ്പ് പിടിച്ചിട്ട് നോക്കിയേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റോണം ക്ലീൻ ചെയ്യുക. മറ്റേ ഒരു ഇത് കിട്ടും, ബോട്ടിൽ കിട്ടും, സ്പ്രേ ബോട്ടിൽ. അത് വെച്ച് ക്ലീൻ ചെയ്യുക. വീലിട്ട് അയച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റെപ്പിനി എടുക്കുക. സ്റ്റെപ്പിനിയിൽ എയർ ആദ്യം നോക്കിക്കോട്ടെ. അത് നോക്കി വെച്ചിട്ടുള്ളതാണ്. വീലയിൽ കയറ്റി വയ്ക്കുക. വീലിനിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഇടുക.
എന്തായാലും ഞാൻ എൻ്റെ കയ്യിൽ ആ സ്പ്രേ ഉണ്ട്, എല്ലാ ഷോപ്പിലും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. റെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വീലിനിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ വേണ്ട, നേരത്തെ ഊരിയപ്പോൾ എന്ത് ടൈറ്റ് ആയിരുന്നു, ഇവിടെ വെറുതെ അങ്ങോട്ട് പോകും. ഇതാദ്യം കൈ കൊണ്ട് മുട്ടിക്കുക. അതിനുശേഷം വീലിനിട്ട് ജസ്റ്റ് ഒന്ന് ജാക്ക് ഇറക്കണേക്കാളും മുമ്പ് വലത്തെ വശത്തേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യണം കേട്ടോ. നാലും മുട്ടിക്കുക കേട്ടോ. അത് നിർത്തിയെങ്കിൽ ഫുള്ള് റൈറ്റിലേക്ക് ടൈറ്റ് ചെയ്യുക. മുട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് അടിച്ച് ടൈറ്റ് ചെയ്തോ. ക്രോസ് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് നേരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാക്കി നമുക്ക് ഇറക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് കേട്ടോ. ഇതിൽ ഞാൻ ഓൾറെഡി ടയർ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സ്റ്റെപ്പിനിയിൽ നമ്മുടെ നോർമലി 4 ടയർ ചെക്ക് ചെയ്യണതിൻ്റെ ഒപ്പം സ്റ്റെപ്പിനി ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പ്രഷർ ഓക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിനിയിലെ ടയർ പ്രഷർ നോക്കണം കേട്ടോ. വീൽ കപ്പ് നമ്മൾ നേരെ ഈ നക്കിൻ്റെ ഭാഗം നോക്കുക, അതിലേക്ക് അത് വെക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ വീൽ കപ്പ് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ വഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റെപ്പിനി ടയർ മാറാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീല് ഫുള്ള് ഇറക്കി വീല് നിലത്ത് മുട്ടിയതിന് ശേഷം നമ്മൾ വീൽ സ്പാൻഡർ വയ്ക്കുക. വലത്തേ കൈ പിടിക്കുക, ഇടത്തേ കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മടങ്ങി കൊടുത്താൽ മതി. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് നിന്ന് അഴിക്കാൻ വേണ്ടി നേരെ തിരിഞ്ഞ് വെക്കുക. എന്നിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വീൽ കപ്പ് അടിക്കുക. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടയർ പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടയർ മാറാമെന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.